ചെന്നൈയിൽ വന്നാൽ ബീച്ചിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സൺഡേ ഈസ് ഫൺഡേ എന്ന് പണ്ടാരോ പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ബീച്ചിൽ പോയിട്ട് ഒന്ന് ഫണ്ണാക്കാന്ന് വിചാരിച്ചു. ബീച്ച് എത്തിയത് ആദ്യം തന്നെ കണ്ടത് ഒരു ഇമോഷണൽ സീനായിരുന്നു. ശരിക്കും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ചു നേരം ഒന്ന് നോക്കി നിൽക്കാൻ തോന്നി. അതിന് കാരണം എൻ്റെ ബ്രൂണോ ആണ് കേട്ടോ. അങ്ങനെ പട്ടി സ്നേഹം ഉള്ളിൽ വെച്ച് കടലോര കാഴ്ചകളും കണ്ട് കുറച്ചിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് കുറച്ച് കമിതാക്കളെല്ലാം കണ്ടത്. കമിതാക്കൾ പണ്ഡിതനായി പോയോ? ആഹാ, കുഴപ്പമില്ല. ഇവരൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കോ എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഒക്കെ വന്നു. കടൽ കണ്ടാൽ പിന്നെ നമുക്ക് ഓർമ്മകളായവർക്കണമല്ലോ. കാരണം 2 വർഷത്തോളം ഈ കടലിനകത്തായിരുന്നു എൻ്റെ ജീവിതം. ഇനി അങ്ങോട്ടും ഈ കടലല്ലേ സാറേ എൻ്റെ ജീവിതം. അവന്മാരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് തടാന്ന് പറഞ്ഞാൽ തള്ള സമ്മതിക്കൂല. അങ്ങനെ കടൽക്കരയും തിരമാലയും ഒരു സ്ലോ മോഷൻ നടത്തും. അതില്ലാണ്ട് എന്ത് വൈബ്. അങ്ങനെ അതും കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ കുട്ടികൾ അവിടെ ഓടിച്ചാടി കളിക്കുന്നത്. അത് കണ്ടപ്പോൾ ഒരു 10-18 കൊല്ലം ബാക്കിലോട്ട് കൊണ്ട് പോയി. നാളെക്കുറിച്ച് ആലോചിച്ച് പേടിക്കാത്ത ആ നിഷ്കളങ്ക കുട്ടിക്കാലം കാണാൻ എന്ത് രസമാണല്ലേ. അങ്ങനെ എല്ലാവരും പരസ്പരം കുറ്റമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മറന്നുപോയത്. ഇവിടെ നല്ല അടിപൊളി ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈവനിങ് ടൈം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ മിഡ് നൈറ്റ് വരെയൊക്കെ നല്ല തിരക്കാണ്. പല വെറൈറ്റീസിലുള്ള ഫുഡ്സും ബിവറേജസൊക്കെ ഇവിടെ പല ഷോപ്സിലായിട്ട് അവൈലബിൾ ആണ്. എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.